ഇപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫിഗർ വെച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് ഇത്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എക്സ് ആക്സിസ് തന്നിട്ടുണ്ട്, വൈ ആക്സിസ് തന്നിട്ടുണ്ട്. ഇനി ഡി എന്ന് പറഞ്ഞ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ ഈ മൂലയാണ് കേട്ടോ. നമ്മളുടെ ചോദ്യം ഇത്രേ ഉള്ളൂ. നമ്മൾ എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം, ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം, സിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഈ മൂന്നിൻ്റെയും സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഈ ഫിഗർ ശ്രദ്ധിക്കണം. ഈ ഫിഗർ ഇത് നോക്കി, എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ടച്ച് ചെയ്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ ആണ്. എക്സിനെയും വൈനെയും ടച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് പഠിക്കണമെങ്കിൽ നമുക്കൊരു 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നോക്കിയേ, ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി ഒറ്റ പോയിന്റിൽ മാത്രമേ കൂട്ടിമുട്ടുള്ളൂ. ആ ഒരു പോയിന്റ് ഇതാണ് അല്ലെ. എക്സും വൈയും കൂടി കൂട്ടിമുട്ടിരിക്കുന്ന ഒരു പോയിന്റ് ഇതല്ലേ. ആ ഒരു പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കും. എന്താണ് ഒറിജിൻ? അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ആധാര ബിന്ദു എന്നാണ്. കേട്ടല്ലോ. എക്സും വൈയും കൂടി കൂട്ടിമുട്ടിയാൽ അതിനെ വിളിക്കുന്ന പേര് ഒറിജിൻ എന്നാണ്. അതിനെ മലയാളത്തിൽ ആധാര ബിന്ദു എന്ന് വിളിക്കും. ആ ഒറിജിന്റെ അല്ലെങ്കിൽ ആധാര ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് 0 0 ആണ്, 0 0 ആണ്. അപ്പൊ എക്സും വൈയും കൂടി കൂട്ടിമുട്ടിയ ഒറ്റ പോയിന്റേ ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേര് ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്നാണ്. അതിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ 0 0 ആണ്. അറിയാമല്ലോ, അറിയാം, എളുപ്പമാണ്. ഇനി നമുക്കറിയാവുന്ന വേറൊരു കാര്യമാണ്. നോക്കിയേ, എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ 0 ആയിരിക്കും. ആദ്യത്തെ സംഖ്യ എന്ത് വേണമെങ്കിലും ആകാം, 2 3 4 5 വേണമെങ്കിലും ആകാം. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ രണ്ടാമത്തെ സംഖ്യ അതായത് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുപോലെ വൈ ആക്സിസിൽ ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ ആദ്യത്തെ സംഖ്യ 0 ആയിരിക്കും, അതായത് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. രണ്ടാമത്തെ ഏതെങ്കിലും കുറവുണ്ടാവും. അത് ആലോചിച്ചോ. ഇവിടെ നോക്കും. അപ്പൊ നമ്മളോട് ഒരു സെറ്റ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, ബാക്കി 3 കണ്ടുപിടിക്കാൻ പറയും. ഇതിനകത്ത് ഏറ്റവും ഒരെണ്ണം നമുക്ക് ഏത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റും. എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി കൂട്ടിമുട്ടിയിരിക്കുന്ന പോയിന്റ് ഇതല്ലേ, ബി. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഏത്? ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു. അതിന്റെ കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? 0 0 ആണ്. എളുപ്പം അല്ലെ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇവിടെ നോക്കിയേ, നമ്മളൊരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് എക്സിൽ എത്ര ഡിസ്റ്റൻസ് മാറി എന്നാണ് ആദ്യം എഴുതുന്നത്. എന്താണ്? എക്സിൽ എത്ര ദൂരം മാറിയിട്ടുണ്ടെന്നാണ് ആദ്യം എഴുതുന്നത്. രണ്ടാമത് എഴുതുന്നത് അത് വൈയിൽ എത്ര ദൂരം മാറിയിട്ടുണ്ടെന്നാണ്. അപ്പൊ നോക്കിയേ, ആദ്യം മാറിയിരിക്കുന്നത് എക്സിൽ എത്ര മാറിയിട്ടുണ്ടെന്നാണ്. അതായത് 4 ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അതായത് ഈ കൃത്യം താഴെ ഈ സിയുടെ അവിടെ 4 ആണ് കോർഡിനേറ്റ്. കേട്ടല്ലോ. ഇനി ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, എക്സ് ആക്സിസ് ആയതുകൊണ്ട് അതിന് എന്ത് 0 ആയിരിക്കും? എടാ, അതിന്റെ വൈ 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. കേട്ടല്ലോ. ഇത് 4 ഡിസ്റ്റൻസ് മാറി കിടക്കുന്ന കാരണം അവിടെ എക്സ് എത്രയായിരിക്കും? 4 0. ഓർത്തിരിക്കേണ്ട കാര്യം, 4 7 ആയതുകൊണ്ട് താഴെ 4 ആയിരിക്കും, എക്സ് ആക്സിസ് ആയതുകൊണ്ട് 4 0. ഇനി രണ്ടാമത് ഇവിടെ 7 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൈയുടെ നേരെ ഈ നമ്പർ എത്രയായിരിക്കും? 7 ആയിരിക്കും. പക്ഷെ ഒരു കാര്യം, ഇത് എന്ത് കോർഡിനേറ്റ് ആണ്? ഇത് വൈ ആക്സിസ് ആണ്. അപ്പൊ അവിടെ എന്ത് 0 ആയിരിക്കും? എക്സ് 0 ആയിരിക്കും. 7ന്റെ നേരെ കിടക്കുന്നതുകൊണ്ട് വൈ 7. ക്ലിയർ ആയോടാ? ക്ലിയർ ആയ? അതായത് എയുടെ കോർഡിനേറ്റ് 0 7 എന്ന് വരും, സിയുടെ കോർഡിനേറ്റ് 4 0 എന്ന് വരും. സംശയം ഉണ്ടാ? ദേ നോക്കിയോ, ഒരെണ്ണം കൂടി നോക്കൂ. കുറെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തോന്നിയെന്ന് തോന്നും. നോക്കൂ, ദേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. എ ബി സി ഡി. ഡിയുടെ കോർഡിനേറ്റ് 2 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന ഇതാണ് ബിയുടെ കോർഡിനേറ്റ്. ബി എന്ന് പറഞ്ഞാൽ ഒറിജിൻ അല്ലേ, ആധാര ബിന്ദു അല്ലേ. അതിന്റെ കോർഡിനേറ്റ്സ് എത്രയാണ്? 0 0. ദേ നോക്കിയേ, നേരെ തന്നിരിക്കുന്ന പോയിന്റിന്റെ താഴെ നോക്കുക. എക്സ് ആക്സിസ് ആണിത്. എക്സ് ആക്സിസിന്റെ നമ്പർ ആയിരിക്കും ആദ്യം പറഞ്ഞിട്ടുള്ള 2. അപ്പൊ ഇവിടെ വരേണ്ട നമ്പർ 2 ആണ്. ഇനി ആലോചിക്കേണ്ട കാര്യം, ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ 0 ആണ്.
എക്സിൻ്റെ അവിടെ എന്ത് കൊടുക്കുക? ഈ 2 അങ്ങോട്ട് കൊടുക്കുക. 2 0. ഒരെണ്ണം കൂടി ഇത് നോക്ക്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വൈയുടെ നമ്പറാണ്. അതായത് ഈ പോയിന്റിന്റെ നേരെയുള്ള വൈയുടെ നമ്പറാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 5 ആണ് വരുന്നത് അല്ലേ? ഇവിടെ എത്ര വരും? 5 വരും. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് എന്ത് ആക്സിസ് ആണ്? ഇത് വൈ ആക്സിസ് ആണ്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ് എന്താണ്? 0 5 0 5 0 5. മനസ്സിലായോ? എളുപ്പമല്ലേടാ? എളുപ്പമല്ലേ? ഒരെണ്ണം കൂടി പറയണം. ദേ ശ്രദ്ധിച്ചോ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ദേ ഞാനൊരു കോർഡിനേറ്റ് എടുക്കുവാണ്. 8 10. 8 10 കേട്ടല്ലോ. ദേ നമുക്കിതിന് പേര് കൊടുക്കാം. A B C. ഈ 3 കോർഡിനേറ്റും എനിക്ക് കണ്ടുപിടിക്കണം. ഈ 3 കോർഡിനേറ്റും A കണ്ടുപിടിക്കണം, B കണ്ടുപിടിക്കണം, C കണ്ടുപിടിക്കണം. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടി കൂട്ടിമുട്ടിയ പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കും. ഒറിജിന്റെ കോർഡിനേറ്റ് എന്താണ്? 0 0. എളുപ്പം, ഭയങ്കര എളുപ്പം അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടെ നോക്കുക. നമ്മൾ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ എക്സിലെ നമ്പർ ആയിരിക്കും ആദ്യം എഴുതുന്നത്. അപ്പൊ ഇവിടെ 8 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എത്രയാണ്? 8 ആണ്. എടേ ഇത് നോക്കിയേ, ഈ സി എന്ന് പറയുന്ന പോയിന്റ് 8 മാറിയാണ് കിടക്കുന്നത്. അതായത് എക്സ് ആക്സിസിൽ 8 ആണ്. എക്സ് ആക്സിസിൽ 8 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വൈ 0 ആയിരിക്കും, എക്സ് 8 ആണ്. ഇത്രേ ഉള്ളൂ. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? രണ്ടാമത് എഴുതിയിരിക്കുന്ന നമ്പർ അതിന്റെ വൈയുടെ നേരെയുള്ളതായിരിക്കും. വൈയുടെ നേരെ അപ്പൊ എത്ര വരുവാടാ? 10. ഇത് വൈ ആക്സിസ് ആയതുകൊണ്ട് ആദ്യത്തെ എക്സ് 0-ഉം വൈ 10-ഉം ആയിരിക്കും. എളുപ്പമില്ലേ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? ഒരെണ്ണം ചെയ്യാൻ തരണ. വേഗം ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. നോക്കിയേ, ഈ പോയിന്റ് 4 7 ആണ്. ഈ പോയിന്റ് 4 7 നമ്മൾ തന്നതാ. 4 8 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ കോർഡിനേറ്റ്, ബിയുടെ കോർഡിനേറ്റ്, സിയുടെ കോർഡിനേറ്റ് ഒന്ന് കമന്റ് ചെയ്തേ വേഗം.